അതാണ് ആലിക്കുട്ടി ഉസ്താദിന്റെ വഴിയെ നമ്മൾ പഠിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാവുമല്ലോ. അനുസ്മരിക്കാൻ നടക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? ആലിക്കുട്ടി ഉസ്താദിന്റെ വഴിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഉസ്താദിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അത് സമസ്തന്റെ വഴിയിൽ പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേദിയിൽ പോയി ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിച്ചാൽ മതി. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വേദിയിലായിരിക്കണം ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കേണ്ടത്. അത് പറയാൻ പറ്റിയ ആളുകൾ അനുസ്മരിച്ചാലും മതി. ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉള്ളതുപോലെ നിങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ട്, ആർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ നടക്കുന്നത് എന്താണ്? ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പ്രോഗ്രാമുകൾ വെക്കുക. എന്നിട്ട് ആലിക്കുട്ടി ഉസ്താദിനെ വളരെ തന്ത്രപരമായി പ്ലാനിങ്ങോടുകൂടെ ഉസ്താദിനെ അങ്ങോട്ട് എരപ്പാക്കുക, മോശമാക്കുക. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം നടന്ന ഒരു ശ്രമമാണ് ഈ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ഭാഗത്തോടെ വെച്ചിട്ട് ഒരു ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണ യോഗം എന്ന പേര് ഒരു പരിപാടി വെച്ചിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലെ അധ്യാപകനായ ഒരാൾ, നഊദു ബില്ലാഹ്, അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. എന്തെങ്കിലും ആമീൻ പറയാനൊരു പേടി? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പേടിന്റെയും ബേജാറിന്റെയും ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി. ഇവിടെ അള്ളാഹുവിന്റെ ദീനാണ് ഇതൊക്കെ. നമ്മളല്ലെങ്കിൽ വേറെയുള്ള ആളുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളെ ഇറക്കി സംരക്ഷിക്കുവേ. അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിനില്ലേ? മനുഷ്യന്മാർ ചെയ്യേണ്ട പണി മനുഷ്യന്മാർ ചെയ്യണില്ലെങ്കിൽ മലക്കുകളോട് ഇറങ്ങും, വലിയ സുഖമൊന്നും ഉണ്ടാവില്ല പിന്നെ. അപ്പൊ നമ്മൾ പണിയെടുക്കുക തന്നെ വേണം, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു കഥയില്ലാതെ പല ആളുകളും പലതും പറഞ്ഞെടുക്കും. അതിന് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഏലൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും, അല്ലെങ്കിൽ ഞാൻ നിർത്തും. ഏതാവട്ടെ, ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം എന്ന പേരിൽ ഒരാൾ ഒരു വിഭാഗം ഒരു പ്രോഗ്രാം വെച്ചു. എന്നിട്ട് ആ പ്രോഗ്രാമിൽ ഉടനീളം നടത്തിയത് എന്താ? ആലിക്കുട്ടി ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ ഉണ്ടാക്കിയ ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്താനുള്ള ഒരു അവസരമായിട്ട് ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ നടത്തുന്ന അനുസ്മരണ പരിപാടിയിൽ അതൊക്കെ ചർച്ച ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ ചോദിക്കും. ഇനി അതാ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പരിപാടി വെച്ചിട്ട് ഓൻ അത് പറയാ, ഓൻ മറ്റേ കുറ്റം പറയാണ്, ഗീബത്ത് പറയാണ്, ഇതൊക്കെ പറയാം. ആലിക്കുട്ടി ഉസ്താദിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ആ പരിപാടി വെച്ചപ്പോ ഇവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പരിപാടി വെച്ച് ഉസ്താദിനെ വളരെ മോശമായി അവതരിപ്പിച്ചു. ഒരു മണിക്കൂറോളം 35-40 മിനിറ്റോളം ഒരുത്തം നിന്ന് പ്രസംഗിച്ചിട്ട് 38 പല്ലും കാട്ടി ചിരിച്ചിരുന്ന് സഹകരിച്ചു കൊടുത്തു. ആ പരിപാടി നടത്തിന് ആർക്കും ഒരു പ്രശ്നമല്ല. ആ പരിപാടിയിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ തിരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ അത് വൻ പാപങ്ങളിൽപ്പെട്ട പാപവുമായി മാറാം. ഈ രോഗമാണ് ഇപ്പൊ ഇന്ന് കേരളത്തിൽ മൊത്തത്തിലുള്ളൊരു രോഗം. ആ രോഗത്തിന് ചികിത്സ അല്ല, ആ ചികിത്സ മന്ദിരിച്ച് ഞങ്ങൾ ഇറക്കന്നെ ചെയ്യും. അതുവരെ ഞങ്ങൾ മന്ദിരിക്കും. ഇറക്കന് വേറെ മാർഗമല്ലേ? വേറെ ഒരു ചികിത്സയില്ല. ആ മന്ത്ര നടത്തുന്നത്. അപ്പോ അവിടെ അയാൾ ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഒന്നും തീർക്കാം, എന്നിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അയാൾ ആലിക്കുട്ടി ഉസ്താദുമായുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ വല്ലാതെ സംസാരിച്ചു. 10-16 വർഷത്തെ ബന്ധം ആലിക്കുട്ടി ഉസ്താദുമായി എനിക്കുണ്ട്. ഇതൊക്കെ എന്തിനാ പറയണത്? അപ്പൊ ഞാൻ പറയണത് അത്രയും ആധികാരികത ഉണ്ട് എന്നാ. അതുകൊണ്ടൊന്നും കാര്യമല്ല. കൂടെ നടന്നതുകൊണ്ടൊന്നും, അതിനൊന്നൊക്കെ എല്ലാം ചരിത്രങ്ങളുണ്ട്. കൂടെ നടന്നുകൊണ്ടൊന്നും ആരും മനസ്സിലാക്കാൻ കഴിയില്ല. അകന്ന് നിന്നു എന്നതുകൊണ്ട്, ശാരീരികമായി അകലം പാലിച്ചു എന്നതുകൊണ്ട് ഒരാളെ തിരിയാതെ പോവുകയും ഇല്ല. അറിയേണ്ട ആളുകളൊക്കെ പരസ്പരം അറിയും, തിരിച്ചറിയേണ്ടവർ പരസ്പരം തിരിച്ചറിയും. തിരിച്ചറിയാൻ കഴിയുക എന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങിയാലും ചിലപ്പോൾ കൂടെ നിൽക്കണമെന്ന് ചിലപ്പോൾ തിരിഞ്ഞോണമെന്നില്ല. 10-16 വർഷത്തിൽ 12 വർഷം ഏകദേശം ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനെങ്കിലും അവസരം കിട്ടിയിട്ടും ആലിക്കുട്ടി ഉസ്താദിന്റെ നിലപാടുകളെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെയാണ് അയാളെ സംസാരിച്ചത്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ മൂപ്പർ ആലിക്കുട്ടി ഉസ്താദിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. നമ്മുടെ വിമർശകരുടെ പടവാളായി അറിയപ്പെടുന്ന ഒരാള് ആലിക്കുട്ടി ഉസ്താദിനെ ജീവിതത്തിൽ വേദനിപ്പിച്ച ആളുകൾക്ക് ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കാൻ എന്താണ് അർഹത എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഈ സംസാരത്തിന് മുമ്പ് ആരംഭിക്കുന്നത് തന്നെ. എനിക്കവിടെ ചോദിക്കണം, നമ്മുടെ വിമർശകരായി എന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ? അദ്ദേഹം സംസാരിക്കുന്നത് ആരോടാണ്? CIC-ക്കാർ സമസ്ത പുറത്താക്കിയ നടപടിക്ക് വിധേയമായ ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ ആളുകൾ സംഘടിപ്പിച്ച ഒരു പരിപാടി. ആ പരിപാടിയിൽ സമസ്തയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഭക്ഷണവും അവിടെ നിന്നുള്ള ശമ്പളവും വാങ്ങി 12 വർഷം ജീവിക്കുകയും
4 വർഷം അവിടുത്തെ ചോറ് നിന്ന് പഠനം നടത്തുകയും ചെയ്ത ഒരു വ്യക്തി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വർത്താനാണ് എന്ത്? നമ്മുടെ വിമർശകർ. അപ്പൊ ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇയാൾ എവിടെ ഉള്ളത്? ആലോചിക്കേണ്ട കാര്യമല്ലേ? ജാമിഅയിൽ തുടരാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇനി ഇയാൾ ഇതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പശ്ചാത്തപിച്ച് കുറ്റമേറ്റ് പറഞ്ഞ് അബദ്ധമാണ് എന്ന് പൊതുസമൂഹത്തോടും സമസ്തയുടെ നേതൃത്വത്തോടും തുറന്നു പറയാതെ ജാമിഅയുടെ സ്ഥാപനത്തിൽ ഇയാൾ തുടരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ലേ? പുറത്താക്കാനുള്ള അധികാരം ഇപ്പൊ എനിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോ പോയിട്ടുണ്ടാവും. നമുക്കിപ്പോ അതില്ല. നമുക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ആ അവകാശത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സാധാരണ ഒരു മഹലിൽ കിടക്കുന്ന കാര്യം പറയും. ഒരു മഹല്ലത്തിൽ ഇങ്ങനെ ഒരാൾ ചെയ്താൽ നിങ്ങൾ എന്താ? നിങ്ങൾ ഇപ്പോൾ സാധാരണ മഹലിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെ അല്ലേ? നിങ്ങളുടെ മഹല്ലത്തിൽ ഒരു വിഷയം നടന്നു. ആ മഹല്ലുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്ന് സങ്കല്പിക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാറുണ്ടല്ലോ. അവർക്കെതിരെ മഹല്ല് ആക്ഷൻ എടുത്തു. അവർ നമ്മൾ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അവരുമായി മഹല്ലിന് യാതൊരു ബന്ധമില്ല. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ? നാട്ടിൽ നടക്കാറുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ. നിങ്ങളുടെ നാട്ടിലെ മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകൻ അവരെ പരിപാടി പോയിട്ട് പ്രസംഗിക്കാണ്. നമ്മളെ വിമർശകർ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ആരോടായി പറയണത്? ഈ പരിപാടി പോയിട്ട് മഹല്ലിനെതിരെ. നിങ്ങളെ മഹല്ല് കമ്മിറ്റിക്കാർ അയാൾ എന്താ ചെയ്യുക? ആ ലോജിക്ക് തന്നെ ഇവിടുന്ന് വെച്ചുകൊടുത്താൽ മതി. നിങ്ങൾ സമസ്തയുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത നടപടിയെടുത്ത ഒരു വിഭാഗത്തിന്റെ കൂടെ പോയി നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ വിമർശകർ എന്ന് സമസ്തക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഇയാളുടെ പക്ഷം ഏതാണ്? അത് അയാൾ വ്യക്തമാക്കേണ്ടതാണ്. എന്നിട്ട് ആലിക്കുട്ടി ഉസ്താദിനെ വിമർശിച്ച പ്രയാസപ്പെടുത്തിയ നിങ്ങൾക്ക് ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം നടത്താൻ അവകാശമുണ്ടോ, അർഹത ഉണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യം ശരിയല്ലേ? ആലിക്കുട്ടി ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയ ആളുകൾ തന്നെയാണവർ. നമുക്കറിയാമല്ലോ, CIC-യുമായി ബന്ധപ്പെട്ട് ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു ലെറ്റർ പുറത്തു വന്നപ്പോൾ ആ ലെറ്ററിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ നിഴലിൽ സമൂഹത്തിന്റെ ഇടയിൽ ഒരു കുറ്റവാളിയുടെ രൂപത്തിൽ നിർത്തിയ ആളുകളാണിവർ. ഇതൊരു സമസ്തക്കാരനെ പൊരുത്തപ്പെടാൻ കഴിയുമോ? ഇത് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ തലന്റെ ഉള്ളിൽ ഇപ്പൊ സമസ്തയല്ല. സമസ്തയുടെ ജനറൽ സെക്രട്ടറി, ഏവരും ആദരിക്കുന്ന ആൾ, ശത്രുവിനോട് പോലും മൃദു സമീപനം സ്വീകരിക്കുന്ന ആലിക്കുട്ടി ഉസ്താദിന്റെ എഴുത്ത് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററിനെ ഇത് ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ വേറെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ആ പദവിയെ അല്ലേ ഇവർ പരിഹസിച്ചത്? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അല്ലേ ഇവർ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ അല്ലേ ഇവർ ചോദ്യം ചെയ്തത്? ഇത് പരിഹാസമല്ലേ, ധിക്കാരമല്ലേ? എന്നിട്ട് വഫാത്തിന്റെ ശേഷം ആലിക്കുട്ടി ഉസ്താദിന്റെ ആളായിട്ട് അഭിനയിക്കുകയെ. ഇത് ചോദിക്കുന്നത് ശരിയല്ലേ? എന്താ അതിന് കുഴപ്പം? അങ്ങനെ സമസ്തക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നാളെ പറയും ഞങ്ങൾ അങ്ങനെ ആലിക്കുട്ടി ഉസ്താദിന്റെ കത്തിനൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയും. രണ്ടാമത് ആലിക്കുട്ടി ഉസ്താദിന് പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞതാണ് എന്ന് തിരുത്തി പറയേണ്ടി വന്നില്ലേ? എന്റെ പേരിൽ വേറെ ആരും എഴുതിയതൊന്നുമല്ല, ആ ലെറ്റർ ഞാൻ തന്നെ എഴുതിയതാണ് എന്ന് ആലിക്കുട്ടി ഉസ്താദിന് വീണ്ടും സമൂഹത്തോട് പറയേണ്ടി വന്നില്ലേ? ഒരു കള്ളനാക്കി നിങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനെ അവരോധിക്കാൻ ശ്രമിച്ചില്ലേ? നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആലിക്കുട്ടി ഉസ്താദിന് വീണ്ടും അത് പറയേണ്ടി വന്നില്ലേ? നിങ്ങൾ ആ ചെയ്തത് പാതകം തന്നെയാണ്. അതുകൊണ്ടാ സമസ്തക്കാർ അങ്ങനെ പറഞ്ഞത്. ഇനിയോ വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് പണ്ഡിതന്മാരുടെ ഫോട്ടോയും അവരുടെ രൂപങ്ങളും മോർഫ് ചെയ്തിട്ട് അവർക്കെതിരെ നിങ്ങൾ തോന്നിവാസങ്ങൾ എഴുതിവിടലല്ല മറുപടി. ഭീരുക്കള മറുപടിയാണ്, പ്രവൃത്തിയാണ് അതൊക്കെ. ഫേക്ക് ഐഡികളിൽ വന്നിട്ട് പണ്ഡിതന്മാർക്കെതിരെ തോന്നിയാസം എഴുതി വിടുക. മറുപടി പറയില്ലല്ലോ, ആരോപണങ്ങൾ ഉന്നയിക്കാണ് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ. ആണുങ്ങളാണെങ്കിൽ സ്വന്തം ഐഡിയിൽ മേൽവിലാസത്തിൽ വന്ന് മൈക്കിന്റെ മുമ്പിൽ ഇതുപോലെ ക്യാമറയെ നിലനിർത്തി ആളുകളെ സാക്ഷിയാക്കി നിന്ന് സംസാരിക്കേ. ഞങ്ങൾക്കതിന് കഴിയും. കാരണം ഞങ്ങൾ ഹക്കാ പറയണത്. ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയിട്ടില്ലേ? ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമ് സിയാറത്ത് ചെയ്തു. നമ്മുടെ ഈ നാടിന്റെ പ്രകാശമാണ് തൃപ്പനച്ചി ഉസ്താദ്. ഈ നാട്ടിൽ ഈ പരിപാടിയെ തെറ്റിദ്ധാരണയോടുകൂടെ കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഇവിടെ സമസ്തയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെയൊക്കെ ലീഗ് വിരോധി പട്ടം ചാർത്തി തന്ന് നിങ്ങളെയൊക്കെ സമസ്ത വിരോധികളാക്കാൻ ചില ലോബികൾ ഇവിടെ ശ്രമിച്ചതിന്റെ ഭാഗമായി പെട്ടുപോയവരാ നിങ്ങൾ. ഇവിടെ ലീഗ് സമസ്ത? ഇവിടെ ലീഗും സമസ്തയും നല്ല പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ മുന്നിൽ പോയിരിക്കാന്ന് പറഞ്ഞു. എവിടെ പോയോ? മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ് അല്ലേ? പോയോ? ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിരിക്കട്ടോ എന്നോട് പറഞ്ഞിരുന്നു. അതെവിടെ ഉണ്ടായിരുന്നു? നമ്മൾ മുമ്പ് പരിപാടി ഉണ്ടായിരുന്നു.
ഇവിടെ രാഷ്ട്രീയ അല്ലല്ലോ വിഷയം, ഇവിടെ സമസ്തന്റെ വിഷയല്ലേ. ഇവിടെ ചില ആളുകൾ കളിച്ചതാ മുസ്ലിം ലീഗുകാരാ. മുസ്ലിം ലീഗ് പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, നേതാക്കളോ അനുയായികളൊക്കെ നിങ്ങളെയും ഇവർ വഞ്ചിക്കുന്നു. ആയിരക്കണക്കിന് സമസ്തക്കാരായ ആളുകളെ ഇവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ അവർ തന്ത്രപരമായി വഞ്ചിച്ച് അവരെ ലീഗ് വിരോധപ്പെട്ടവും സഖാവെന്ന ആരോപണവും ചാർത്തിക്കൊടുത്തുകൊണ്ട് അവർ നിങ്ങളെ അറിയാതെ അവർക്കെതിരിൽ തിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? സമസ്തക്കോ? സമസ്തക്ക് എന്റെ നഷ്ടമുള്ളത്? പിന്നെ എന്നിട്ട് അവരെ കൂടെ കൂടിയിട്ട് ഇതൊന്നും അറിയാതെ വീണുപോയ ചില ആളുകൾ രാഷ്ട്രീയ ബേസിൽ തന്നെ നമുക്കെതിരെ സംസാരിക്കാറുണ്ട്. ഇവിടെ പരിപാടി വെക്കുമ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്താൻ അവർ ശ്രമിക്കാറുണ്ട്, അവർ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. പിന്നെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ പേരിലാണെങ്കിലും BJP പേരിലാണെങ്കിലും സാക്ഷാൽ വേൾഡ് ലീഗിന്റെ പേരിലാണെങ്കിലും സമസ്തക്കെതിരിൽ ചെറുവിരൽ അനക്കിയാൽ എവനാണെങ്കിലും ഞങ്ങൾ പ്രതികരിക്കും. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല. അതിന്റെ അർത്ഥം ഞങ്ങൾ ലീഗ് വിരോധികളൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരിക്കും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ വിഷയം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇവിടെ ലീഗും സമസ്തയൊന്നുമല്ല പ്രശ്നം, സമസ്തയുടെ ആഭ്യന്തര വിഷയവുമല്ല. ഒരു വിഭാഗം ബിദ്അത്തിലേക്ക് വഴുതി മാറുമ്പോൾ ഇസ്തിഖാമത്തിന് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലക്ക് മുൻകാലങ്ങളിൽ സമസ്ത വഴിതെറ്റിപ്പോകാൻ ഒരുങ്ങിയവരെ പിടിച്ചു നേരെയാക്കാൻ ശ്രമിച്ചത് എപ്രകാരമാണോ അതേ രൂപത്തിൽ പിടിച്ചു നേരെയാക്കാൻ ഒരു ശ്രമം നടത്തി. അതേ സമസ്ത ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇവർ നേരെയാകാൻ ഇവർക്ക് തയ്യാറല്ല. ഇവരെന്ത് ചെയ്തു? ഇവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി നേരെടുത്തൊരു പണിയാണ്. ഇവർ ലീഗുകാരെ ഭയങ്കര ലീഗുകാരായിട്ട് അഭിനയിച്ചിട്ട് മുസ്ലിം ലീഗുകാരെ കൂടെ ചേർത്തി മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിട്ട് അഭിനയിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അല്ലേലും വേണ്ടില്ല. അതല്ലേ സത്യം? അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അല്ലാതെ ഞമ്മക്കാർക്കെങ്കിലും ലീഗിനോട് വിരോധമുണ്ടോ? ഒരു ബദൽ പാർട്ടി നമ്മളെ മുമ്പിലുണ്ടോ? അതിൽ വിഷമിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുക. ഇതാണ് യാഥാർത്ഥ്യം. അംഗീകരിച്ചാലും നമുക്ക് പ്രശ്നമില്ല, അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ യാഥാർത്ഥ്യത ഇവിടെ മുമ്പ് ആലുവ ത്വരീഖത്തിനെതിരെ സമസ്ത തീരുമാനം എടുത്തു. കണ്ണൂർ ജില്ലയിൽ ഞാനൊന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ്. ഈ ആലുവ കുത്തുബുസ്സമാൻ എന്ന് പറയുന്ന ആളവിടെ വെച്ച് പ്രസംഗിച്ചത് നിങ്ങള് ഭയങ്കര ലീഗാരനായിട്ട്, ഭയങ്കര സമസ്തക്കാരനായിട്ട്. മുസ്ലിമീങ്ങൾക്ക് മതപരമായി സമസ്തയും രാഷ്ട്രീയമായി മുസ്ലിം ലീഗുമാണ് കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് രക്ഷാമാർഗം. കുത്തുബുസ്സമാനാ പറയുന്നത്, മമ്പറന്നങ്ങളല്ല. ആലുവ ഒരു കൊല്ലായിട്ടില്ല തീരുമാനം വന്നു. തീരുമാനം വന്നപ്പോൾ ഇയാൾ പറഞ്ഞെന്താ അറിയോ? സമസ്ത ഷിയായി സംഘടനയാണ് അല്ലേ? അബ്ബാസ് വൈസി വഴിക്കടവ് മുസ്ലിം ലീഗിന്റെ പ്രഭാഷണ വേദിയിലുണ്ടായിരുന്ന ആളാ. ആദ്യത്തിലൊക്കെ ഭയങ്കര ലീഗുകാരനായിട്ട് ലീഗുകാരെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തി നോക്കി. പക്ഷെ അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ കാര്യം തിരിച്ചറിഞ്ഞ് നമുക്ക് മനസ്സിലായി എന്നവർക്ക് വിട്ടപ്പോ അവർക്ക് പ്രശ്നമല്ല, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിനു വേണ്ടി നടത്തിയ ഒരു തന്ത്രമാണിത്. ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, തൃപ്പനച്ചി ഉസ്താദിന്റെ അവിടുന്ന് ഞാൻ തുടങ്ങിയത്. മക്കാമ് സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എന്റെ മനസ്സിലൊരാശയം തോന്നി. കാരണം ആലിക്കുട്ടി ഉസ്താദുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോടൊരു കാര്യം പറയുകയല്ലേ, അതിന് അത്രയും ആധികാരികത വേണം, അത്രയും കൃത്യത വേണം എന്ന് എനിക്ക് ബോധമുണ്ട്. കാരണം വ്യക്തിപരമായി ഞാൻ അത്ര വലിയ ശുദ്ധനും മഹാനമൊന്നുമല്ലെങ്കിലും ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്നത് സമസ്തയുടെ പ്ലാറ്റ്ഫോമാണ്, SKSSFന്റെ പ്ലാറ്റ്ഫോമാണ്, SYSന്റെ പ്ലാറ്റ്ഫോമാണ്. അതിനൊരു പവിത്രതയുണ്ട്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു കൃത്യത വേണമല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നി ഉസ്മാൻ ഫൈസിയെ ഒന്ന് വിളിക്കാം. ഉസ്മാൻ ഫൈസി ആലിക്കുട്ടി ഉസ്താദിന്റെ നിഴല് പോലെ കൂടെ നടന്ന ഒരു വ്യക്തിയല്ലേ. അതുകൊണ്ട് ചോദിക്കാൻ ഏറ്റവും നല്ലത് അദ്ദേഹം തന്നെയല്ലേ. ഉസ്മാൻ ഫൈസിയെ ഞാൻ വിളിച്ചു. എന്തിനാ വിളിച്ചതെന്നറിയോ? ആലിക്കുട്ടി ഉസ്താദിനെ വളാഞ്ചേരി മർക്കസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉസ്താദിനെ വഴി തടഞ്ഞ ഒരു സംഭവമുണ്ട്. MT ഉസ്താദിനെ തടഞ്ഞ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിന്റെ മുമ്പ് ആലിക്കുട്ടി ഉസ്താദിനെ തടഞ്ഞിട്ടുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനെ വഴി തടഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരിൽ നിന്നും അറിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചതാണ്. ഉസ്മാൻ ഫൈസി പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദിന്റെ വാഹനമാണ് ആദ്യം പുറത്തേക്ക് വന്നത്. ആ സമയത്ത് കുറച്ച് ഗുണ്ടകളെ പോലെയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് തലയിൽ ചിലർക്ക് തൊപ്പിയുമുണ്ട്. ആലിക്കുട്ടി ഉസ്താദിന്റെ വാഹനം അവർ തടഞ്ഞു നിർത്തി. മുന്നിലിരിക്കുന്നത് ഉസ്മാൻ ഫൈസിയാണ്, ഉസ്താദ് ബാക്കിലാണ്. വാഹനം തടഞ്ഞപ്പോൾ ഉസ്മാൻ ഫൈസി അവരോട് പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദാണ് ബാക്കിലിരിക്കുന്നത്, നിങ്ങൾ മാറിത്തരണം. ചില ആളുകൾ പറഞ്ഞു എന്നാ പോയിക്കോട്ടെ. അപ്പൊ വേറെ ചില ആളുകൾ അതൊന്നും പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബോണറ്റിന് അടിക്കുകയും ആലിക്കുട്ടി ഉസ്താദിന്റെ വണ്ടിയുടെ മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്തത് നിങ്ങളല്ലേ. ആ സമയത്ത്
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി പറഞ്ഞു അവരോട്, ഞങ്ങളെ നിങ്ങൾ വെറുതെ വിടണം, ഉസ്താദിനെ നിങ്ങൾ വിട്ടയക്കണം, ഉസ്താദിന് ഒരുപാട് അസുഖങ്ങൾ ഉള്ളതാണ്, സമയത്തിന് ഗുളിക കുടിക്കാനുള്ളതാണ്, സമയം തെറ്റിയാൽ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഉസ്താദിനെ നിങ്ങൾ വെറുതെ വിടണം, ഒഴിവാക്കി തരണം എന്ന് ഉസ്താദിന്റെ ഖാദിമായ ഉസ്മാൻ ഫൈസി യാചിക്കുന്നത് പോലെ അവരോട് യാചന നടത്തിയിട്ടാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദിനെ സമസ്തയുടെ സ്ഥാപനമായ വളാഞ്ചേരി മർക്കസിൽ നിന്ന് ഈ ഗുണ്ടകൾ പുറത്തേക്ക് വിട്ടത്. ഇനി പറയും, ഇവർക്ക് ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം നടത്താൻ യോഗ്യത ഉണ്ടോ എന്നൊരു സമസ്തക്കാരൻ ചോദിച്ചത് തെറ്റാ? നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കൈപ്പണിരിക്കൂലേ? ചോദിക്കുകയുള്ളൂ. സമസ്തക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇറച്ചിമ മണ്ണ് പറ്റും, ചോദിക്കൊന്നല്ല ചെയ്യുക. അവരങ്ങനെയാണ് ആലിക്കുട്ടി ഉസ്താദിനെ സ്നേഹിക്കുന്നത്. സമസ്തയുടെ, നിങ്ങളെ ഗൗരവം മനസ്സിലാക്കണം, സമസ്തയുടെ ജനറൽ സെക്രട്ടറി സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് ചില കുബുദ്ധികളും കുതന്ത്രക്കാരും ഭരണഘടന മാറ്റിയും മറ്റും തിരുമറി നടത്തി സ്വന്തമാക്കി ഗോസബിന്റെ മുതലല്ലേ അത്? കൈവശം വെച്ചിരിക്കുന്ന മണ്ണ് അവിടെ വെച്ച് പഠിപ്പിക്കുക അത്രേ ദീനെ. മൂല്യമാര് മസല പറഞ്ഞോട്ടെ, അവിടുത്തെ ഇൽമിന്റെ വർക്കത്ത് എന്താ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ അതിക്കൊന്നും പോണില്ല. എന്നിട്ട് അവിടുന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ വഴിതടയാ, എന്നിട്ട് ഖാദിമ് യാചിക്കുക, ഉസ്താദിന് മരുന്ന് കുടിക്കാണ്ട് സമയം തെറ്റി ആയ പ്രശ്നമാണ്, അവിടെ നിങ്ങൾ വിട്ടുതരണം. എന്നിട്ട് ഉസ്താദിന് പുറത്തു പോകേണ്ടി വരിക. എന്നിട്ട് ഉസ്താദ് വഫാത്തായതിന്റെ ശേഷം നീ അനുസ്മരിക്കുക, അല്ലേ? നീ ഉസ്താദിന് നിന്റെ ആളായിരുന്നു എന്ന് പറയാ, ഉസ്താദിനെ പലരും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാ. അതിന് ജാമ്യയിലെ ഉപ്പും ചോർന്ന് കുടുംബം പോറ്റുന്ന ഒരുത്തനെ കൊണ്ടുപോയിട്ട് അവനൊരു പരീക്ഷാ ബോർഡ് ചെയർമാനോ എന്താ ഒരു ബോർഡിൽ ഒരു സ്ഥാനം ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് തോന്നിയാസം പറയിപ്പിക്കുക. എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും പറയണമെങ്കിൽ ഇന്ന് ഒരുത്തം വിട്ട പോസ്റ്റ് കേൾക്കണം നിങ്ങൾക്ക്. ഞാനത് വായിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. വായിക്കാൻ മാത്രമൊന്നുമില്ല, ഒക്കെ ചവറുകളാണ്, സോഷ്യൽ മീഡിയയിലൂടെ നരങ്ങുന്ന ചവറുകൾ, അല്ലാതെ ക്വാളിറ്റി ഇല്ല. ഏതാണ് അവിടെ ഉള്ളത്? അങ്ങനെയുള്ള ഒരു ചവറ് ഒരു ഡോക്ടറാണ്. ഡോക്ടർമാർക്കാണ് ചവറിസം കുറച്ച് കൂടുക. ഒരു ഡോക്ടറെ ഒരു പോസ്റ്റാ, ഒരു ഡോക്ടർ വാഫിയാണ്. എന്താ പോസ്റ്റ് കേട്ടോളിട്ടാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. സമയം പ്രശ്നമാണല്ലേ. പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച്, ഇതെല്ലാവരും കേൾക്കണം, പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച് പ്രഭാഷണം നടത്തി എന്ന ആരോപണം നേരിട്ട മാന്യദേഹത്തോട് ഇതുവരെ വിശദീകരണം തേടിയതായി കേട്ടിട്ടില്ല. പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച ഏതെങ്കിലും ഒരാളുടെ പ്രസംഗം കേട്ട ആളുകൾ ഈ സദസ്സിൽ ഒന്ന് കൈപൊക്കി, എനിക്ക് കാണാനാണ്. ഉണ്ടോ? അസ്ഗർ അലി ഫൈസി ഉസ്താദിനാണ് ഈ പറയണത്. ഉസ്താദ് പറഞ്ഞത് പാണക്കാട് തങ്ങന്മാരാണെന്ന് ആരെ പറഞ്ഞു? ഇവര് പറയാ. ഉസ്താദ് പറഞ്ഞെന്താ? ആദർശപരമായി, നമ്മളൊക്കെ പറയണല്ലേ, ആദർശപരമായി നമുക്കൊരു സ്ഥിരത വേണം, ആദർശത്തിന്റെ കാര്യത്തിൽ കണിശത വേണം. നമ്മൾ ഓലി ആളാകുക, ഇവരി ആളാകുക, ഓൻ്റെ ആളും അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ് നടക്കുന്നത് നാക്കാലിയുള്ള സ്വഭാവമാണ്. ആ കാണുന്ന പുല്ലും തിന്ന, ഈ കാണുന്ന പുല്ലും തിന്ന, ആ പുല്ലും തിന്ന, ആ വെള്ളം കുടിക്കുക, അങ്ങനെ നടക്കണ പോലെയാണ്. ഇതിലൂടെ പാണക്കാട് വന്നത്. ഈ പോസ്റ്റിലൂടെ ഇവൻ ഉദ്ദേശിച്ചത് എന്താ? അപ്പൊ ഈ പറഞ്ഞ ആള്, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒത്ത ആളാണ് പാണക്കാട് തങ്ങള് എന്നാണ് ഇവന്റെ നയം, നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ പാണക്കാട് തങ്ങളെ മോശമാക്കിയത് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ്? ഇവരല്ലേ. എന്നിട്ട് ആ അസ്ഗർ അലി ഫൈസി ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് ആരോപിച്ചിട്ട് അസ്ഗർ അലി ഉസ്താദിനെ എതിരെ ഒരു വിശദീകരണം സമസ്ത ചോദിച്ചില്ല എന്നാ. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അതിലേക്കൊക്കെ ഞാൻ വല്ലാതെ കടന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. പിന്നെ പാണക്കാട് തങ്ങളെ പിന്തുണച്ചതിന് എന്താ ഈ വഹാബിയോട് ശിർക്കും തൗഹീദും പറയണ മാതിരിയാണ് പേര് പാണക്കാട് എന്ന് പറയണത്. ഇപ്പോൾ വഹാബിയോട് ശിർക്കും തൗഹീദും പറയണ എന്താ? ഓൾക്ക് അതല്ലാതെ ജീവിക്കാൻ വേറൊരു മാർഗമല്ല. വഹാബി കൂടെ നിലനിൽക്കണമെങ്കിൽ ശിർക്കും തൗഹീദും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമല്ലോ. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. പാണക്കാട് തങ്ങളെ പിന്തുണച്ചതിന് മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. ഇത് വായിക്കുന്ന സമസ്തയുടെ സംഘടനാ വിവരങ്ങളൊന്നും അറിയാത്ത ലീഗാരെന്നല്ല, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇതിപ്പോ ഒരു ഡോക്ടറൊക്കെ ഉള്ള പേരൊക്കെ തലയിൽ കെട്ടുകൊടുത്തിട്ട് ഒരാൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്തോ ഇതിൽ കാര്യമുണ്ട്. ഓ, മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത് ഓ പാണക്കാട് തങ്ങളൊപ്പം നിന്നുകൊണ്ടാണല്ലേ. ഓ, ഗുരുതരം തന്നെ, ഗുരുതരം തന്നെ. ഇങ്ങനെയാണ് ഓരോ തിയറി ഉണ്ടാക്കുന്നത്. മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത് പാണക്കാട് തങ്ങളൊപ്പം നിന്നുകൊണ്ടാണ്. ചങ്ങായിമാരെ, അങ്ങനെയെങ്കിൽ സമസ്തയുടെ മുഷാവറിനെ വിരിച്ചിടേണ്ടി വരൂലേ? എല്ലാവരും പാണക്കാട് സാറാത്യങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ തന്നെ. പാണക്കാട് സാറാത്യങ്ങൾ എന്നല്ല, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത സമസ്തയുടെ മുഷാവറ മെമ്പർമാരല്ല, യൂണിറ്റ് SKSSFന്റെ SBBയുടെ യൂണിറ്റ് ഭാരവാഹികൾ പോലും ഉണ്ടാവില്ല. ഇത് മുഷാവറ അതുകൂടെ പഠിപ്പിച്ചതിന്റെ സമസ്തയല്ലേ അഹ്ലു ബൈത്ത് എന്താന്നുള്ളത്. എന്നിട്ട് അപ്പൊ പാണക്കാട് തങ്ങളെ ഒപ്പം നിന്നുകൊണ്ടാണ് മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത്. ഓനോട് പറയാ,
മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ അതിക്ക് പോകണില്ല എന്തിനാന്നുള്ളത്, നിങ്ങൾ അന്വേഷിച്ചോളി അറിയാത്തവരുണ്ടെങ്കിൽ. ഇതുപോലെയാണ് ഓരോ കളവുകൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. എന്നിട്ട് ഇനി കേട്ടോളിട്ട, പാണക്കാട് സ്വാദിഖലി തങ്ങളുടെ അനുവാദം വാങ്ങി ആലിക്കുട്ടി ഉസ്താദിന്റെ അഭിമാനം സംരക്ഷിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ ബഹുമാന്യ പണ്ഡിതൻ ഹംസ ഹൈത്തമി ഉസ്താദിനെ വേട്ടയാടാൻ അവർ പണി തുടങ്ങിയത് സ്വാഭാവികം. ഇതിൽ ഓൻ ആരെ വഷളാക്കണത്? ചന്ദനം ചാരിയ ചാണകം ചാരിയാല് അത്ര മണക്കൂല. ഈ ആദ്യ ആളുകൾ ഒപ്പം നിന്നാൽ ഇതുപോലെ വഷളത്തിലാക്കും. ഇവൻ എന്തായാലും പറഞ്ഞത്, ഈ ഹൈത്തമി അവിടെ പോയി പ്രസംഗിച്ചത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? ആര് പറഞ്ഞിട്ടാണെന്നാ ഇവൻ പറയണത്? പാണക്കാട് സ്വാദിഖലി തങ്ങൾ പറഞ്ഞിട്ടാണെന്നാ ഇവൻ പറയണത്. വാഫിയാണ് ഈ പറയണത്. ആ വൃത്തികേടുകൾ മുഴുവനും പറയാൻ സ്വാദിഖലി തങ്ങളാണ് അയാളെ ഏൽപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ഇവൻ പറയലിലൂടെ ഇവൻ ആരെയാണ് വഷളാക്കുന്നത്? നമ്മളാ പാണക്കാട്ടുകാരെ വഷളാക്കുന്നത്? നമ്മളവരെ അഭിമാനം സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളാ. അവർക്കെതിരെ ശത്രുത, വിരോധം എന്നൊക്കെ നിങ്ങൾ പറയല്ലേ. ഒരു തെളിവും നിങ്ങളുടെ കയ്യിൽ അതിനൊന്നുമില്ല. പിന്നെ നിങ്ങളാ ഈ പണി ചെയ്യുന്നത്, അവർ വഷളാക്കുന്നത്. വളരെ തന്ത്രപരമായി പെട്ടെന്നൊരാൾക്ക് തിരിയാത്ത കോലത്തിൽ വഷളാക്കുക, ഐബിലാക്കുക. എന്നിട്ട് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ പോയിട്ട് പറഞ്ഞതെന്നാണ് ഇയാൾ ഈ പറയുന്നത്, ഈ രൂപത്തിലുള്ള എഴുത്തുകൾ. അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെതിരെ ഉസ്താദിനെ അനുസ്മരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് സമസ്തക്കാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതിന്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. 2 കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി അതിന് ഇന്ന ചീത്ത അറിഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഫേക്ക് ഐഡികളും ഫേക്ക് പേജുകളും ഉണ്ട് ഫേസ്ബുക്കിൽ. അതിന് ഇന്ന കുറെ തെറി എഴുതിയോണ്ട് അത് ഇതിന് മറുപടി ആവൂല. ഇങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് വിശദീകരിക്കുക, മറുപടി പറ. എങ്കിൽ ഞങ്ങൾ പിറ്റേ നിങ്ങൾക്ക് വേദി കെട്ടിത്തരും. ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം CIC നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേദി കെട്ടിത്തരാം. ഈ പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ മറുപടി അറിയണമെങ്കിൽ. അപ്പൊ കുട്ടികളാ സമസ്തക്കാരാ പറഞ്ഞ ആരോപണം ശരിയാണ്. പിന്നെ അയാളോട് പറഞ്ഞെന്താ നിങ്ങള്? കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ വളരെ പരിഹാസ്യമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം ചുരുക്കാൻ വേണ്ടി പറയാം. വളരെ പരിഹാസ്യമായ രൂപത്തിൽ സമസ്തയുടെ മുശാവറ അംഗങ്ങളെ മുഴുവനും പരിഹസിച്ചുകൊണ്ട് അയാൾ നടത്തിയൊരു പ്രയോഗമുണ്ട്. ആ ഒരു കൂമങ്കണി ഉണ്ടല്ലോ. ഏത് കൂമങ്കണി? ആ ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞ സാധനം. ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞ കൂമങ്കണി, അതൊരു കൂമങ്കണി തന്നെയാണ്. അഹമ്മദ് ഈസ ആഷൂർ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യനായ ഒരു സലഫി പണ്ഡിതനാണ് ആ കിതാബ് ഉണ്ടാക്കിയ. ഈ ഫിഖുൽ മുയസ്സറിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളെ ഇയാൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അതിൽ അയാൾ നടത്തിയൊരു കമന്റ് വളരെ രസകരമായ ഒരു സംഭവമാണ്. ജാമിയയിലെ വിദ്യാർത്ഥികൾ, എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വിരോധത്തോടു കൂടിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാ. പട്ടിക്കാട് ബാക്കവിയാണ് അല്ലേ, നിങ്ങൾ പൈസയല്ലേ? പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിച്ച ആളല്ലേ നിങ്ങൾ? അവിടെയുള്ള ഉസ്താദുമാരെ വിദ്യാർത്ഥികൾ കാണുന്ന കാഴ്ച എങ്ങനെയാ കണ്ടിരുന്ന? പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ വിദ്യാർത്ഥികൾ അവിടെയുള്ള ഉസ്താദുമാരെ കണ്ടിരുന്നത് ഏത് രൂപത്തിലാണ്? ആ സ്ഥാപനത്തിൽ കോട്ടുമല ഉസ്താദിരുന്ന, ശംസുൽ ഉലമ ഇരുന്ന, KK ഉസ്താദ് ഇരുന്ന, അല്ലേ, വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ ഇരുന്ന ആ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ആ മുഖം കണ്ടാൽ തന്നെ വിദ്യാർത്ഥികൾ തസ്കിയത്ത് ചെയ്യപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ക്ലാസ് എടുത്തിരുന്ന, അധ്യാപനം നടത്തിയിരുന്ന ആ സ്ഥാപനത്തിൽ ഉള്ള ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളെ കുറിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ സെൻസ്. തന്റെ വിദ്യാർത്ഥികളെ കുറിച്ച് സമസ്ത വിരോധികളായ ഒരു വിഭാഗത്തിന്റെ കേന്ദ്രത്തിൽ പോയിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ കുട്ടികൾ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്നോടൊരു വൈരാഗ്യം വെച്ചിട്ടാണ് ഇരിക്കുന്നത്, എന്തോ വിരോധത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത്, വന്നിരുന്ന് പെട്ടതുപോലെയാണ് അവരിയ്ക്കുന്നത്. പണി നിർത്താനായിക്കണെന്ന് അതിന്റെ അർത്ഥം. നിങ്ങളെ നാട്ടിലെ മദ്രസയിൽ അധ്യാപനം നടത്തുന്ന ഒരു മോലിയര്, ആ മോലിയാരെ മുമ്പിൽ ഇരിക്കുന്ന 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ 90% കുട്ടികളും ഈ ഉസ്താദ് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഹലാക്ക് വന്നോയി എന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയാണ്, കുട്ടികൾക്ക് ഒന്നും അയാളോട് താല്പര്യമില്ല കേട്ടോ. അയാൾ ക്ലാസ്സിൽ വരുന്നതിന് മൂപ്പരുള്ള കുട്ടികൾക്ക് മദ്രസക്ക് വന്നതിനൊരു താല്പര്യമില്ല, അയാളെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു താല്പര്യമില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണം, നിങ്ങൾ കമ്മിറ്റിക്കാർ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക്കൂ, അടുത്ത അധ്യയന വർഷത്തിന് കാത്തുക്കൂ. ആ മൂല്യരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞേക്കാനാ നോക്കുക. എന്തുകൊണ്ട്? മദ്രസന്റെ സുരക്ഷിതത്വത്തിന്റെ ആവശ്യം പറഞ്ഞേ ഉള്ളൂ. ഞാൻ ആരും പുറത്താക്കണം അകത്താക്കണം എന്നൊന്നും പറയാനുള്ള ആളല്ല. പക്ഷേ പണി നിർത്താനായിട്ടുണ്ട്. സ്വന്തം വിദ്യാർത്ഥികൾക്ക് ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉസ്താദിന് തോന്നുകയാണ് എന്തോ വിരോധമുണ്ട് കുട്ടിയൊക്കെ എന്നോട്. എന്നിട്ട് വിരോധത്തിന്റെ കാരണം മൂപ്പർക്ക് അറിയാം. എന്താ? കുട്ടികൾ മൂപ്പരോട് ചോദിച്ചോത്രേ,
CIC എന്നത് സമസ്ത പിന്നെ മാറ്റി നിർത്തിയൊരു സംവിധാനമല്ലേ? നിങ്ങളിപ്പോ സമസ്തന്റെ സ്ഥാപനത്തിൽ ഇരുന്നിട്ട് ഈ CICന്റെ ആളായിട്ട് അതിന്റെ പരീക്ഷാ ബോർഡിലൊക്കെ നിങ്ങൾ വരികയെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഉസ്താദേ എന്ന് കുട്ടികൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ചെയറൊന്ന് മാറ്റിട്ടളി നമുക്ക് പറയാനുള്ളത്. കുട്ടികൾ ഇരിക്കുന്നിടത്ത് ഉസ്താദും ഉസ്താദ് ഇരിക്കുന്നിടത്ത് കുട്ടികൾ ഇരുന്നോട്ടെ നീയും, അതിനൊക്കെയാണ് ബോധം ഈ കുട്ടിയൊക്കെ ഉണ്ട് അതിന്റെ അർത്ഥം. കുട്ടികൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ? അപ്പൊ ഇയാൾ കുട്ടികളെ പൊട്ടീസാക്കിയ എന്ത് നിങ്ങൾ കേട്ടില്ലേ ഇതില്ലേ? കുട്ടികളെ ഇയാള് കോമാളിയാക്കുക. CICന്റെ പരീക്ഷാ ബോർഡിൽ പുറത്തുള്ള ആൾ വരണം എന്നാണ് നിയമം. അതുകൊണ്ടാണ് ഇന്നാക്കി ഞാൻ പുറത്തുള്ള ആളായിട്ട് നിൽക്കാനും പറ്റൂലേന്ന് ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് അവിടെ ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഈ വിദ്യാർത്ഥികൾ കാണുന്ന ഇയാൾ മനസ്സിലാക്കണ്ടേ? നാളെ ഇയാളെ മുമ്പിലിരിക്കണ ഈ വിദ്യാർത്ഥികളെ വിരോധം കൂടുക കുറയാ ചെയ്യാ, കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ഈ ഉസ്താദ് ഫിഖ്ഹുൽ മുയസ്സർ എന്റെ മേശപ്പുറത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വിഷയങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഫിഖ്ഹുൽ മുയസ്സറിൽ പഠിപ്പിച്ചത് 20 റക്അത്ത് തറാവീഹ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സമസ്തന്റെ ആലിമീങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല. 20 റക്അത്ത് എന്നതിന് 8 എന്ന അർത്ഥം വെക്കണമെന്ന് 40 ഔലിയാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞമ്മക്കത് 20 അർത്ഥം മാറ്റി 8 എന്ന് വെക്കാൻ പറ്റുമോ എന്ന് കുട്ടികളോട് ചോദിച്ചു എന്ന് ഇയാൾ പറയണേ. ആരാ ഈ സമസ്തന്റെ മുശാവറ മെമ്പർമാരായ 40 ഔലിയാക്കൾ എന്ന് ഇയാൾ പരിഹസിക്കുന്ന ആളുകൾ ഇയാളുടെ ഉസ്താദുമാരടക്കമുള്ള ആളുകളാ. സയ്യിദുൽ ഉലമ ഇയാളുടെ ഉസ്താദാണ്. സ്വന്തം ഉസ്താദിനെ മക്കാറാക്കിയിട്ട് തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞ് അവതരിപ്പിച്ച് പരിഹസിച്ചു കൊടുക്കുന്ന ഇത്തരം ആളുകളെ സമസ്തയുടെ ചെലവിൽ സമസ്തയുടെ പേരിൽ നടത്തപ്പെടുന്ന സമസ്തയുടെ ഔദ്യോഗിക സ്ഥാപനം, ബിരുദം നൽകപ്പെടുന്ന ഒരു സ്ഥാപനം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ സമസ്തയെ സ്നേഹിച്ച് സമസ്തയുടെ സ്ഥാപനത്തിൽ മക്കൾ പഠിക്കട്ടെ എന്ന നിലക്ക് പറഞ്ഞയച്ച സനത് വാങ്ങി നാളെ മഹല്ലുകളിൽ നിൽക്കേണ്ട വിദ്യാർത്ഥികളോട്, പണ്ഡിത വിദ്യാർത്ഥികളോട് തന്റെ ഗുരുനാഥന്മാരെ ഈ രൂപത്തിൽ മക്കാറാക്കി പരിഹസിച്ച് പുച്ഛത്തോടെ സംസാരിക്കുന്ന ഈ വ്യക്തിയെ അവിടെ നിർത്താൻ യോഗ്യതയുണ്ടോ ഇല്ലേ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചിന്തിക്കട്ടെ. വിശദീകരണം ചോദിക്കലൊന്നല്ല വേണ്ടത്, അതൊക്കെ സാവധാനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്ര ഗൗരവമുള്ളതല്ലത്. അപ്പുറം വിട്ടാണ് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ ഇയാൾ ഭയപ്പിക്കും. എനിക്ക് അയാളോട് വിരോധമൊന്നുമില്ല, ഞാൻ അയാളുമായിട്ട് ഒരു ബന്ധമല്ല, എനിക്ക് അയാളോട് വിരോധമൊന്നുമില്ല. അദ്ദേഹം നന്നാകുകയാണെങ്കിൽ അദ്ദേഹം തന്നെ നിൽക്കട്ടെ അവിടെ. പക്ഷെ മക്കൾ കേടുവരാൻ പാടില്ല. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന ഫൈസിമാരിൽ സമസ്ത അനുകൂലികളും സമസ്ത വിരുദ്ധരും എന്ന ഒരവസ്ഥക്ക് ഇനിയും നമ്മൾ സാക്ഷി നിൽക്കണോ? പട്ടിക്കാട് ജാമിയെന്ന് പുറത്തിറങ്ങുന്ന ഒരു ഫൈസി മദ്രസയിലേക്ക് മഹല്ലേക്ക് വരുമ്പോ അല്ല ഉസ്താദ് നിങ്ങളിപ്പോ ഏത് ഫൈസിയാ, സമസ്തക്കാരനായ ഫൈസിയാണോ അതല്ല CIC-കാരനായ ഫൈസിയാണോ എന്ന് പഴയകാലത്ത് ചില ചോദ്യം ചോദിച്ച പോലെ ഇനി മഹല്ലുകളിൽ നിന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണോ? ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കട്ടെ. മക്കളെ പേപ്പിക്കാണ്, അതിനൊന്നും കൊടുക്കാൻ പാടില്ല. എന്നിട്ട് അയാൾ പറഞ്ഞതാ, കുട്ടികള് എന്റെ മേശപ്പുറത്തിന്റെ കിതാബ് അവർ എടുത്തോണ്ടിരി. ഈ ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറഞ്ഞ സംഭവം ഈ സാധനമാണ് ആ കൂമങ്കണി എന്ന് ഞാൻ പറഞ്ഞ സാധനം. ഞാൻ ചോദിക്കട്ടെ, ഇതിന് കൂടുതൽ ഇനി ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറഞ്ഞ് വർത്താനം പറയാൻ പാടില്ല. ഞാൻ ഇതിൽ വേറെ ഒരു കാര്യങ്ങളും വിശദീകരിക്കാൻ പോകുന്നില്ല. 997-98 കാലഘട്ടങ്ങളിൽ 2 വർഷം ചുരുങ്ങിയത് ഈ ഫിഖ്ഹുൽ മുയസ്സർ സാക്ഷാൽ അഹമ്മദ് ഈസ ആശൂറിന്റെ, ഈ സലഫി പണ്ഡിതനായ അഹമ്മദ് ഈസ ആശൂറിന്റെ ഈ ഫിഖ്ഹുൽ മുയസ്സർ വളാഞ്ചേരി മർക്കസിൽ വാഫികളായി പിന്നീട് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം നിങ്ങൾ പഠിപ്പിച്ചിരുന്നോ, സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചിരുന്നോ ഇല്ലേ? ഫേക്ക് പേജുകളിൽ ഐഡികളിൽ നിന്നിട്ട് പച്ചക്കള്ളം എന്ന് പറയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഏതായാലും CIC-ന്റെ അടുക്കളയിൽ പോയല്ലോ ഒരുത്തൻ, അദ്ദേഹം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ CIC-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ. സമസ്തയുടെ മുശാവറ മെമ്പർമാരെ, പണ്ഡിതന്മാരെ 40 ഔലിയാക്കളെ 20-ക്ക് 8 അർത്ഥം വെക്കണം എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് അങ്ങനെ മാറ്റി പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചില്ലേ? ആ പരിഹസിച്ച ആളുകളോടാ പറയുന്നത്, നിങ്ങൾ ഈ ഫിഖ്ഹുൽ മുയസ്സർ അഹമ്മദ് ഈസ ആശൂറിന്റെ, സാക്ഷാൽ സലഫി പണ്ഡിതനായ അഹമ്മദ് ഈസ ആശൂറിന്റെ തറാവീഹ് 8 റക്അത്താണ് എന്ന് ഖണ്ഡിതമായി എഴുതിയ ഈ ഫിഖ്ഹുൽ മുയസ്സർ 111-ാമത്തെ പേജിൽ തറാവീഹ് വൽ അഫ്ളലു അൻ തുസല്ല 8 റക്അത്തിൻ എന്ന് പരസ്യമായി എഴുതിയ ഈ ഫിഖ്ഹുൽ മുയസ്സർ 2 വർഷം വാഫികളായി പിന്നീട് പുറത്തിറങ്ങിയ വളാഞ്ചേരി മർക്കസിൽ നിങ്ങൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല എന്നാണ് പറയും. ആണുങ്ങളാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലെ അയാൾ പറഞ്ഞ സമസ്തന്റെ മുശാവറ മെമ്പർമാരെ പരിഹസിച്ചതിനുള്ള മറുപടിയൊക്കെ പോയിക്കോളും. ഇത് ഇയാൾക്ക് അറിയായിട്ടൊന്നുമല്ല, അയാൾക്കതറിയാം. പിന്നെന്താ, ഇത്രയും കാലങ്ങൾ മൂപ്പരോടെ കണ്ടില്ലല്ലോ. ആലിക്കുട്ടി ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ല പറഞ്ഞത്. സംഘടനാപരമായ കെട്ടുപാടുകൾ കൊണ്ട് ആലിക്കുട്ടി ഉസ്താദിന് ഇതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. എന്താണ് പറയുന്ന അർത്ഥം? ഇത് ആലിക്കുട്ടി ഉസ്താദിനെ നിന്ദിക്കല,
അതായത് ഉസ്താദിന് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇത് സമസ്ത ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉസ്താദിന് അറിഞ്ഞിരിക്കെ, 100% മാനസികമായി ഉസ്താദ് CIC-ക്കാരുടെ സപ്പോർട്ടായിരിക്കെ, സമസ്തയുടെ ആ തീരുമാനത്തിനെതിരിൽ ഉസ്താദ് മിണ്ടാതിരുന്നത് ഉസ്താദിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അത് ഉസ്താദിനെ നിന്ദിക്കലല്ലേ? എന്തേ 3 വർഷം 2023 ഉസ്താദ് ഈ വിഷയത്തിൽ പരസ്യമായി പ്രസംഗിച്ചു സംസാരിച്ചത്. 3 കൊല്ലം എന്ത് ഇയാളെ നാവ് കൊണ്ടായിരുന്നത്? വഫാത്താകാൻ എന്തിനാ ഇയാൾ കാത്തിരുന്നത്? ഇനി വേറൊരു കാര്യം, ഇനിയിപ്പോ അയാൾ അവിടെ ഒരു ഫിഖ്ഹുൽ മുയസ്സർ പൊക്കി പിടിച്ചിരുന്നു, ഞാൻ നിർത്തിയാട്ടോ, അയാൾ അവിടെ ഒരു ഫിഖ്ഹുൽ മുയസ്സർ പൊക്കി പിടിച്ചിരുന്നു അല്ലേ? ഈ ഫിഖ്ഹുൽ മുയസ്സറിന്റെ ശേഷം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും ഫിഖ്ഹുൽ മുയസ്സറിനെ നിങ്ങൾ ഇതിൽ നിന്ന് ഇഖ്തിസാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി നമ്മൾ പറയാണ്, നിങ്ങൾ പരിഷ്കരിച്ച് പുറത്തിറക്കിയ ഫിഖ്ഹുൽ മുയസ്സർ, ആ ഫിഖ്ഹുൽ മുയസ്സറിലും മേശപ്പുറത്തുണ്ട് നിങ്ങൾ പറഞ്ഞ ഫിഖ്ഹുൽ മുയസ്സറില്ലേ, ആ ഫിഖ്ഹുൽ മുയസ്സറിലും ശാഫിഈ മദ്ഹബിന് യോജിക്കാത്ത, ശാഫിഈ ഫിഖ്ഹിനോട് യോജിക്കാത്ത ആശയങ്ങൾ കുത്തിനിറക്കപ്പെട്ട ഫിഖ്ഹുൽ മുയസ്സർ തന്നെയാണ് നിങ്ങൾ ഇഖ്തിസാർ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതിനും ഉള്ളത് എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നിഷേധിക്കില്ലെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾ മാറ്റിവെച്ച ഇഖ്തിസാർ ചെയ്ത പരിഷ്കരിച്ച കോപ്പിയിലും ശാഫിഈ ഫിഖ്ഹിന് യോജിക്കാത്ത വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഫിഖ്ഹുൽ മുയസ്സറിൽ ഇസ്തിഗാസക്കെതിരെ രൂക്ഷമായ വിമർശനമുണ്ട്. എന്നിട്ട് സമസ്തയുടെ ആലിമീങ്ങൾ ഇത് കണ്ടുപിടിച്ച് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതിന് ആളുകളോട് പല കോലത്തിലും പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ വസ്വാസാക്കുക. അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അയാളുടെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഇനി മേലാൽ ഫിഖ്ഹുൽ മുയസ്സറിന്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ആലിമീങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരാളും രംഗത്ത് വരരുത്. യവം വരികയാണെങ്കിലും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇപ്പോൾ ഈ പരിഷ്കരിച്ച ഫിഖ്ഹുൽ മുയസ്സറിലും ശാഫിഈ ഫിഖ്ഹിന് യോജിക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾ ഒരു പരസ്യ ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള മിനിമം മാന്യത കാണിക്കണം. വെല്ലുവിളിക്കുകയാണ്. ഏറ്റെടുത്തോ, ഭയങ്കര ഫുഖഹ ആണെന്നുള്ള അവകാശവാദം. അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇപ്പോഴത്തെ ഹനഫി, അബൂ ഹനീഫ ഇമാമും ഷാഫി ഇമാമും പിന്നെ മാലിക് ഇമാമും ഒക്കെ നമ്മളാണെന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന ആ ഗണത്തിൽപ്പെട്ട 2-3 എണ്ണം ഉണ്ട്. അവർ ഏറ്റെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഇഖ്തിസാർ ചെയ്ത ഫിഖ്ഹുൽ മുയസ്സറിലും ശാഫിഈ ഫിഖ്ഹിന് യോജിക്കാത്ത ആശയങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഈ ഫിഖ്ഹുൽ മുയസ്സറിൽ സമസ്ത പ്രഖ്യാപിച്ച, സമസ്ത നടപടിയെടുക്കുമ്പോൾ വിശദീകരിച്ച, സമസ്തയുടെ പണ്ഡിതന്മാർ മലപ്പുറത്ത് വെച്ച് വിശദീകരിച്ച വിഷയത്തിൽ ഒരു പരസ്യമായ ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് ഈ സമയത്ത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇനി ഈ മുസീബത്ത് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഷർറുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉസ്താദിന്റെ നിസ്സഹായാവസ്ഥ ചില ചൂഷണം ചെയ്തതാണെന്ന് ഇയാൾ ആരോപിച്ചു. ഗുരുതരമായ ആരോപണമാണത്. ഉസ്താദിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉസ്താദിന് ഓർമ്മക്ക് ഒരു പ്രശ്നമില്ലാത്ത 2023 ഉസ്താദ് പൂർണ്ണ എല്ലാത്തിലും സജീവമായി നിൽക്കുന്ന സമയം. അന്നാണ് ഉസ്താദ് ഈ വിഷയങ്ങളൊക്കെ പിന്നെ കത്ത് കൈമാറുന്നതും ഉസ്താദ് ആ പ്രസംഗം നടത്തുന്നതൊക്കെ. അതിന്റെ ശേഷം ഉസ്താദിനെ തിരുത്തിയതായിട്ടില്ല. ഇനി വേറൊരു രസം കേട്ടുള്ളൂ. ഇയാൾ സഫാത്ത്, ഇയാളുടെ മകന്റെ സനത് വാങ്ങാൻ വേണ്ടി, മകൻ വാഫി സനത് പഠിക്കുകയാണ്, അപ്പോൾ കോളേജിൽ പഠിക്കുക. അപ്പോൾ ആ സനത് വാങ്ങാൻ വേണ്ടി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് സമസ്തന്റെ ഒരു കറാമത്തേക്കാരം, അല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിന്റെ കറാമത്തേക്കാരും. ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞതൊക്കെ ശുദ്ധ കളവുകളാണ് എന്ന് ആലിക്കുട്ടി ഉസ്താദിന്റെ കറാമത്തിലൂടെ ബോധ്യപ്പെട്ടതാവും. അപ്പൊ ആലിക്കുട്ടി ഉസ്താദിനോട് ഇയാൾ സമ്മതം ചോദിച്ചത്ര. എന്ത് പഠിച്ചവനെ, അല്ല ഉസ്താദെ, എനിക്ക് ആ മകൻ വാഫി സനത് വാങ്ങുന്ന ദിവസമാണ്, ഞാനൊന്ന് പോട്ടെ. അപ്പൊ ഉസ്താദ് എന്നെ സമ്മതിച്ചില്ല. അതിനെനിക്ക് പോണ്ട, അത് ഓൻ തന്നെ വാങ്ങിക്കോളൂ, അതിന് പോണ്ട എന്ന് പറഞ്ഞു. ഒരു വാപ്പ മകൻ സനത് വാങ്ങുന്നതിന് പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദിനോട് ചോദിച്ചിട്ട് ഉസ്താദ് അതിന് പോണ്ടെന്ന് പറഞ്ഞു. എന്താ അതിനർത്ഥം? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്താ മനസ്സിലാക്കുക? ഉസ്താദിന് ആ വിഷയവുമായി ഒരു നിലക്കും സഹകരിക്കുന്നതിന് ഉസ്താദിന് യാതൊരു താല്പര്യമില്ല എന്നല്ലേ ആദ്യം വന്ന് ഇയാൾക്കത് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇത് മനസ്സിലാകായിട്ടൊന്നുമല്ല. പിന്നെ അവിടെ ഒരു പ്രത്യേകിച്ചൊരു സ്കോപ്പൊന്നും ഇല്ലാത്ത ഒരു കസേര ഇയാൾക്ക് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പരീക്ഷാ ബോർഡിന്റെ എന്തോ ഒരു പുളിയണ്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കസേര കൊടുത്തതിനുള്ളൊരു നന്ദി പ്രകടനമായി മാത്രമേ അതിനെ വിലയിരുത്തേണ്ടതുള്ളൂ. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങളിൽ ഇത് ഒന്നേ പുറത്തിയാടിയിട്ടുള്ളൂ. ഇതുപോലെ ഉള്ളിൽ സമസ്ത വിരുദ്ധ ആശയവും, സമസ്തയുടെ പണ്ഡിതന്മാരോട് വിരോധവും, സമസ്തയുടെ മുശാവറ അംഗങ്ങളോട് പുച്ഛവുമുള്ള ആരൊക്കെ സമസ്തയുടെ ചെലവിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പഠനം നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു അന്വേഷണ സമിതിയെ നിശ്ചയിച്ച് എല്ലാത്തിനെയും കണ്ടുകെട്ടുകയും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ വളർന്നു വരണം മക്കളെന്ന മോഹത്തോടെ
പറഞ്ഞയച്ച രക്ഷിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും മക്കളെ അവരുടെ ആദർശം സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സഹായമായ ഈ സേവനത്തിന് സമസ്തയുടെ നേതൃത്വം രംഗത്ത് വരികയും ഈ ഉമ്മത്തിനെ ഇത്രയും കാലം സംരക്ഷിച്ചതുപോലെ ഇനിയും സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് നമുക്ക് ഈ യോഗത്തിൽ വെച്ച് വളരെ വിനയത്തോടെ നമ്മുടെ നേതാക്കളുടെ മുമ്പിൽ ഒരു ആവശ്യമായി ഉന്നയിക്കുകയാണ്. നമ്മുടെ ആഗ്രഹം നമുക്ക് കൽപ്പനയല്ല, നമ്മൾ നേതാക്കന്മാരെ കൽപ്പിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇങ്ങനെ ഉള്ളിൽ വിഷമുള്ള ഏതൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടുകെട്ടണം. എന്നിട്ട് ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്തണം. സമസ്തയാണ് നമ്മുടെ ആശ്രയം, സമസ്തയാണ് നമ്മുടെ വഴി, സമസ്തയുടെ നേതാക്കളെയാണ് ഉമ്മത്തിന്റെ കണ്ണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, സ്വഹാബത്തെ കിറാമിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപം നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരിലൂടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഇതിന്റെ പ്രവർത്തകരാവാനും ഇതിന്റെ ഖാദിമീങ്ങളാവാനും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ദീനിനെ നിങ്ങൾ സഹായിക്കുക, അള്ളാഹുവിനെ സഹായിക്കുക. അല്ലേ, ഖുർആൻ ചോദിച്ചില്ലേ, മൻ അൻസ്വാരി ഇലല്ലാഹ്, മൻ അൻസ്വാരി ഇലല്ലാഹ് എന്ന് ചോദിച്ചതുപോലെ അള്ളാഹിനെ സഹായിക്കുക, ദീനിനെ സഹായിക്കുക, സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കുക എന്ന് മോഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല വഴി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ചെയ്തു കൊടുക്കുന്ന സഹായമാണ്. ഇതിന്റെ ഖാദിമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് രക്ഷയുടെ മാർഗം, ഇതാണ് വിജയത്തിന്റെ മാർഗം എന്ന് പൂർവീകരായ നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളോട് ജീവിതകാലത്തും മരണത്തിലും ഒക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലൂടെ തുടർന്നു പോവുകയും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലായി ജീവിച്ചു മരിക്കുകയും ചെയ്യാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ അഹ്ലുകാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അഹ്ലുകാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ അഹ്ലുകാർ, ഞങ്ങളോട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കൊക്കെ ഈ യഥാർത്ഥമായ ഹക്കിന്റെ വഴിയിൽ തുടരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തെറ്റിദ്ധരിച്ചു മാറി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ തെറ്റിദ്ധാരണയെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കാനും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ആരൊക്കെ പണിയെടുക്കുന്നുണ്ടോ, ആർക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്നുണ്ടോ അവരുടെ കരങ്ങളെ മുഴുവനും നീ ബാത്തുലാക്കണേ അല്ലാഹ്. അവരുടെ പ്രവർത്തനങ്ങളെ നീ നിഷ്ഫലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സയ്യിദന്മാർക്കും ഞങ്ങളുടെ ആലിമീങ്ങൾക്കും നീ